പോലീസ് നോക്കുകുത്തിയായി നിൽക്കെ SFI പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കുന്നു. RSSന്റെ തറവാട്ട് സ്വത്തല്ല കേരളം, അതിന്റെ ഭാഗമായി പണിതുയർത്തിയതല്ല രാജ്ഭവൻ. നമസ്കാരം. രാജ്ഭവനിലുള്ള ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാജ്ഭവനിലേക്ക് SFIയുടെ ഒരു മാർച്ച് നടന്നിരിക്കുകയാണ്. ഈ മാർച്ചിൽ നടന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബാരിക്കേഡ് നമുക്ക് കാണുവാൻ സാധിക്കും. പോലീസ് തീർത്ത ബാരിക്കേഡാണിത്. ഈ ബാരിക്കേഡ് ചാടിക്കടന്നുകൊണ്ട് SFI പ്രവർത്തകർ ഈ ഒരു കോമ്പൗണ്ടിലേക്ക്, രാജ്ഭവൻ്റെ കോമ്പൗണ്ടിൽ, മെയിൻ കോമ്പൗണ്ടല്ല, ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും, ഈ റോഡിലേക്ക് പ്രവേശിക്കുകയും ഈ റോഡിൽ പ്രവേശിച്ചതിന് ശേഷം രാജ്ഭവൻ്റെ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. പൊതുവെ മറ്റേതെങ്കിലും പാർട്ടിക്കാർ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിക്കഴിഞ്ഞാൽ പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ്. എന്നാൽ ഈ ഒരു 50-ലധികം വരുന്ന SFI പ്രവർത്തകർ ഈ ഒരു കോമ്പൗണ്ടിൽ കയറി, അതായത് പോലീസ് നോക്കുകുത്തിയായി നിൽക്കെ SFI പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കിടക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് അവർ വളരെ വൃത്തിയായി മടങ്ങുകയും ചെയ്യുന്നു. മറ്റേതെങ്കിലും പാർട്ടിക്കാരായിരുന്നു എങ്കിൽ ഇത്തരത്തിൽ പോലീസ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിനോ മറ്റ് പ്രതിഷേധങ്ങൾക്കോ, അതായത് ഈ ബാരിക്കേഡ് ചാടിക്കടന്നിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. നോക്കി നിൽക്കെ ഉദ്ഘാടനം ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് മടങ്ങുകയാണ് ചെയ്തത്. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. Zindabad!
തുലയട്ടെ, വർഗീയവാദം തുലയട്ടെ, പുലരട്ടെ ഇവിടെ പുലരട്ടെ, മതേതരത്വം പുലരട്ടെ, സോഷ്യലിസം പുലരട്ടെ, സോഷ്യലിസം പുലരട്ടെ, RSSൻ വാക്കും കേട്ട്, RSSൻ വാക്കും കേട്ട്, കേരളം സ്വാതന്ത്ര്യം ജനാധിപത്യം, ജനാധിപത്യം സോഷ്യലിസം, സോഷ്യലിസം സിന്ദാബാദ്, RSSൻ വാക്കും കേട്ട്, കേരളത്തിലെ വിദ്യാഭ്യാസം അട്ടിമറിക്കാൻ നോക്കുന്നവര്, അട്ടിമറിക്കാൻ നോക്കുന്നവര് നിങ്ങൾക്കെതിരെ ഉയരുന്നു. SFIയുടെ പ്രതിഷേധം, SFIയുടെ പ്രതിഷേധം, തുലയട്ടെ ഇവിടെ തുലയട്ടെ, വർഗീയവാദികൾ തുലയട്ടെ, വർഗീയവാദം തുലയട്ടെ, പുലരട്ടെ ഇവിടെ പുലരട്ടെ, മതേതരത്വം പുലരട്ടെ, സോഷ്യലിസം പുലരട്ടെ, ഇൻക്ലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗവർണർമാർ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ്, നിരന്തരം അതിനെതിരെ പ്രതിഷേധമുയർത്തിയതാണ്. എന്നാൽ രാജേന്ദ്ര ആർലേക്കർ എന്ന ഒന്നാം തരം സംഘിയായിട്ടുള്ള ഒരു ഗവർണർ കേരള മണ്ണിൽ ചവിട്ടിയതിനു ശേഷം മുൻ ഗവർണർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച തെറ്റായ നിലപാടുകൾ തിരുത്തി കേരളത്തിൻ്റെ സർക്കാർ ഭരണഘടനാപരമായി ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ആർട്ടിക്കിൾ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കേണ്ട ഗവർണർ സ്വയം ഒരു അധികാര കേന്ദ്രമായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്.
അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോഴത്തെ ഗവർണർ കൂടിയായിട്ടുള്ള ആർലേക്കർ ഇവിടെ രാജ്ഭവനിൽ ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ രാജ്ഭവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതാംബയെയും ഹെഡ്ഗവാറിനെയും സവർക്കറെയും ഗോൾവാക്കറെയും പോലുള്ള സംഘപരിവാർ താൽപ്പര്യങ്ങളുടെ അടയാളങ്ങളെയാണ്. ഒരു കാര്യം SFI അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. RSSൻ്റെ തറവാട്ട് സ്വത്തല്ല കേരളം, അതിൻ്റെ ഭാഗമായി പണിതുയർത്തിയതല്ല രാജ്ഭവൻ. ആർലേക്കറുടെ പ്രസ് റിലീസിൽ പറയുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ RSS അടയാളത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നാണെങ്കിൽ SFIക്ക് വേണ്ടി പറയാനുള്ളത് ഒരു കാരണവശാലും ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ്. എന്തായാലും ഈ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അധികാരവും അവകാശവും എല്ലാം തന്നെ എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാം തന്നെയുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ ബാരിക്കേഡ് ചാടിക്കടന്നതിന് ശേഷം പോലീസ് നോക്കുകുത്തിയായി, അതായത് അവരെ ഒന്നും ചെയ്യാതെ പിടിച്ചു മാറ്റാനോ ഒന്നും തന്നെ തയ്യാറാകാതെ നിന്നത് വളരെ വിവേചനപൂർണമായ ഒരു നടപടി തന്നെയാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും എന്തായാലും വ്യക്തമാവുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.